വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കർഷകർ പ്രഖ്യാപിച്ച പഞ്ചാബ് ബന്ദ് തുടരുന്നു. സമരക്കാർ വ്യാപകമായി തീവണ്ടി തടയുന്നു. 163 തീവണ്ടി സർവീസുകൾ റദ്ദ് ചെയ്തു. ഇക്കാര്യത്തെക്കുറിച്ച് അനൂപ് ദാസ് തന്നെ വിശദമായി പറയും. അനൂപ്, ഈ പഞ്ചാബ് ബന്ദിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വ്യക്തമാക്കൂ അനൂപ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ബന്ദ് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം. കഴിഞ്ഞ ഫെബ്രുവരി മാസം 13-ാം തീയതി മുതൽ ഇങ്ങോട്ട് വലിയ പ്രതിഷേധത്തിലാണ് പഞ്ചാബിലും ഹരിയാനയിലും നിന്നൊക്കെയുള്ള കർഷകർ. അവർ ആവശ്യപ്പെടുന്നത് കേന്ദ്ര സർക്കാരിനോട് ഈ മിനിമം താങ്ങുവില, അതിനൊരു നിയമപരമായിട്ടുള്ള ഒരു ഉറപ്പ് വേണം. ഒപ്പം തന്നെ കാർഷിക വായ്പകൾ എഴുതി തള്ളണം, കർഷകർക്ക് പെൻഷൻ ഉറപ്പാക്കണം. ഒപ്പം തന്നെ ലഖിംപൂർ ഖേരി കേസിലെ പ്രതികൾക്കെതിരെ ശക്തമായ നടപടി വേണം എന്നൊക്കെയുള്ള ആവശ്യങ്ങളാണ്. അങ്ങനെ 25 ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷമായിട്ടും തയ്യാറായിട്ടില്ല. അതിർത്തികളിൽ, പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ കർഷകർ കഴിഞ്ഞ ഇത്രയും കാലം ഏതാണ്ട് 8-9 മാസക്കാലമായി സമരം തുടരുകയാണ്. ഡിസംബർ മാസത്തിൽ 6, 8, 14 തീയതികളിൽ അവർ 101 പേർ ചേർന്ന കർഷകരുടെ സംഘം ഡൽഹിയിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ചു. പോലീസ് തടഞ്ഞു. പക്ഷേ ഈ പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവാത്തത് കൊണ്ടാണ് പഞ്ചാബിൽ മാത്രം ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചത്. ഈ ബന്ദിന് വലിയ പിന്തുണ ലഭിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നു. 163 തീവണ്ടികൾ റദ്ദ് ചെയ്തു. കർഷകരൊക്കെ ഈ തീവണ്ടി പാളങ്ങളിൽ കയറി നിൽക്കുകയാണ്. ഒപ്പം തന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഒന്നും ഓടുന്നില്ല. രാവിലെ 7 മുതൽ വൈകിട്ട് 4 വരെ ഓടില്ല എന്ന് ഈ പ്രൈവറ്റ് ബസ്സുകൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ കർഷക നേതാക്കൾക്ക്. ഒരു ബസ്സും ഓടുന്നില്ല. രാവിലെ 10 മുതൽ ഒരു 4 മണിക്കൂർ നേരം സംസ്ഥാന സർക്കാരിൻ്റെ ബസ്സുകളും ഓടില്ല. ഒപ്പം തന്നെ നമുക്കൊക്കെ കേരളത്തിലൊക്കെ ബന്ദ് നടക്കുമ്പോൾ പാലും പത്രവും ഒക്കെ ഈ വെജിറ്റബിൾസൊക്കെ ഈ ബന്ദിൽ നിന്ന് പൊതുവെ ഒഴിവാക്കാറുണ്ട്, ഹർത്താലിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. പക്ഷേ പാലും ഒപ്പം തന്നെ ഈ പച്ചക്കറിയും ഒന്നും എവിടെയും കൊണ്ടുപോകില്ല എന്ന് തീരുമാനിച്ചു. ഒരു ശക്തമായ ബന്ദാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ വിഭാഗത്തിന് പുറമെ ഏതാണ്ട് 8ഓളം കർഷക സംഘടനകളുടെ പിന്തുണയുമുണ്ട്. ശരി അനൂപ്, ഏതായാലും വളരെ ശക്തമായ ബന്ദാണ് കർഷകരുടെ ആഭിമുഖ്യത്തിൽ അവിടെ നടക്കുന്ന പഞ്ചാബിലെ കർഷക ബന്ദ്. 163 ട്രെയിനുകൾ വരെ റദ്ദാക്കുക, റെയിൽ പാളങ്ങളിൽ കയറിയിരുന്ന് സമരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അനൂപ് പറഞ്ഞ മറ്റൊരു പ്രത്യേകപ്പെട്ട ഒരു ശ്രദ്ധേയമായ കാര്യം, നമ്മുടെ നാട്ടിൽ ബന്ദൊക്കെ വരുമ്പോൾ അവശ്യ സർവീസുകൾ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവശ്യ ഉൽപ്പന്നങ്ങളുടെ വിതരണം, ഇതൊന്നും നമ്മൾ തടയാറില്ല. പക്ഷേ അവിടെ അങ്ങനെയല്ല, അതിശക്തമായ ബന്ദാണ്. പച്ചക്കറിയും പാലും പോലും ലഭ്യമല്ലാത്ത വിധത്തിലുള്ള ബന്ദ് എന്നാണ് അനൂപ് ദാസ് പറയുന്നത്.